ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി പോസിറ്റീവ് വിത്ത് ഷൈലു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇഷ്ടംപോലെ ചക്ക ഒക്കെ ഉണ്ടാവുന്ന കാലമാണല്ലോ. ചക്കപ്പഴം കൊണ്ട് നമുക്ക് അട ഉണ്ടാക്കാം. അപ്പോൾ ചക്കപ്പഴം, തേങ്ങ, 2 ഏലക്ക, ഇത്തിരി ജീരകം, ശർക്കര ഇത്രയും സ്വല്പം വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ചക്കയട ഉണ്ടാക്കുന്ന വിധമാണ് കേട്ടോ ഇത്. അങ്ങനെ അരച്ചെടുത്ത മിശ്രിതം നമ്മൾ ചെറിയൊരു പാൻ വെച്ച് ആ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലൊഴിച്ച് വേവിക്കുക. നെയ്യ് ധാരാളം ഇഷ്ടമുള്ളവർക്ക് ധാരാളം ഒഴിക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് തേങ്ങ കൊത്ത് അരിഞ്ഞിട്ടിട്ട് വഴറ്റി ഇടുന്നത് നല്ലതാണ്. പിന്നെ കാഷ്നട്ട് ചേർക്കണതൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് ഞാനതൊന്നും ചേർക്കുന്നില്ല. അടിച്ചെടുത്ത ചക്കപ്പഴം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് വറുത്ത് എടുത്ത അരിപ്പൊടി, നൈസായിട്ട് പൊടിച്ച് വറുത്തെടുത്ത അരിപ്പൊടി കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണത്. ഞാനിങ്ങനെ 5 കിലോ അരി ഒരുമിച്ച് പൊടിച്ച് ഒരു പാത്രത്തിലിട്ട് വയ്ക്കും കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് കൈകൊണ്ട് വന്നിട്ട് ഉണങ്ങിയ കൈകൊണ്ടിട്ട് ഇളക്കി വെക്കണം. അപ്പോൾ അത് ചീത്തയാവില്ല കേട്ടോ. നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചിട്ട് മില്ലിൽ തന്നെ വറുത്തെടുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇനി തിളച്ച് വരുന്ന ആ ചക്കപ്പഴത്തിലേക്ക് സ്വല്പം ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഉപ്പൊടി ഇടണമെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വറുത്ത പൊടിയായിരിക്കണം കേട്ടോ ഇതിന് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അതിനേക്കാളും നല്ലത് അരിപ്പൊടിയും കൊണ്ടുള്ള ചക്കയുടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. പിന്നെ വെള്ളം വറ്റിക്കാൻ വേണ്ടി കുറേ സമയം എടുക്കും. അപ്പോൾ അങ്ങനെ ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് കുക്കറാണ് കേട്ടോ യൂസ് ചെയ്യണത്. അതാട്ടോ എളുപ്പം. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പച്ചെമ്പിൽ വെച്ച് ആവിയേറ്റി എടുക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കട്ടോ. എത്ര എളുപ്പത്തിൽ സംഗതി വേവുമെന്നറിയാമോ. ഒരു 3-4 വിസിലടിച്ച് വെച്ചാൽ മതി. അത്രയൊന്നും അടിക്കണമെന്നില്ല. എന്നാലും ഒരു 3-4 വിസിലടിച്ച് അത് ഓഫ് ചെയ്ത് വെച്ച് അതിൻ്റെ നീരാവി മാറുമ്പോൾ തുറന്ന് വയ്ക്കുക. കുറച്ച് നേരം തുറന്ന് വയ്ക്കുക. എന്നിട്ട് ചൂടാറുമ്പോൾ എടുത്ത് ഉപയോഗിക്കുക. ഇതുപോലൊരു പാത്രം അതിനകത്ത് വെച്ച് കൊടുക്കാം. കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. ആ പാത്രത്തിന് ഒരു കുഴയൊക്കെ ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ അതിൻ്റെയൊക്കെ അടർന്ന് പോയി. അത് യോജിപ്പിച്ച് വെച്ചിട്ട് ഇരിക്കണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അട പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നടക്കും. കുക്കറിൽ വെള്ളം ചൂടാകുമ്പോഴത്തേക്കും നമ്മളിത് ഓരോന്നായിട്ട് പരത്തി അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇടനിലയിൽ വെച്ച് ചൂടാം കേട്ടോ. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വാഴയിലയിൽ വെച്ചും ചൂടാം. നിങ്ങൾ ഇടനിലെന്നായിരിക്കില്ല പറയേണ്ടത്. ഓരോ സ്ഥലത്തും ഓരോ പേരുകളായിരിക്കും പറയുന്നത്. ചിലപ്പോൾ വാഴയിലെന്നായിരിക്കും പറയണത്. അപ്പോൾ നമുക്ക് അത് പറിക്കാൻ പോകാം കേട്ടോ. ഇത് ഇങ്ങനെ ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു. ഞങ്ങളത് വെട്ടിക്കളഞ്ഞു. പിന്നെ അതിൻ്റെ കുറ്റിയിൽ നിന്ന് മുളച്ച് വെക്കണം കേട്ടോ ഇത്. ഇപ്പോൾ പറിക്കാൻ എളുപ്പമുണ്ട്. പ്ലാവിൻ്റെ അടുത്ത് തന്നെ നട്ടുപിടിപ്പിച്ചതാണത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇലകൾ ഓരോന്നായിട്ട് പറിച്ചെടുക്കാം. നല്ല ഫ്രഷ് ഇലയാണ് ഇപ്പോൾ കൂമ്പായിട്ട് വന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഇല പറിച്ചെടുക്കാം. ഇതിൻ്റെ ആ കൂമ്പ് ഇല കൊണ്ട് നമുക്ക് താളി ഉണ്ടാക്കി തലയിൽ ഉപയോഗിക്കാം കേട്ടോ. താളിക്കായിട്ട് അതിൻ്റെ കൂമ്പലയോ മൂത്തത് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇഞ്ചിയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ അത് പതപ്പിച്ച് തലയിൽ തേക്കാം. നന്നായിട്ട് ചെളിയും പോവും. മുടി വളരാനും നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയി കഴുകി നമുക്ക് അടച്ചിടാൻ നോക്കാം. ഓരോന്നായിട്ട് നന്നായിട്ട് നോക്കി കഴുകിയെടുക്കണം കേട്ടോ. കാര്യം ഫ്രഷ് ഇലയാണെങ്കിലും അതിനകത്ത് എട്ടുകാലിയുടെ വലയോ എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ പക്ഷി കാഷ്ടിച്ചതോ അപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കഴുകിയെടുക്കാം.
ചക്ക ഉണ്ടാവുന്ന കാലത്ത് മാക്സിമം ചക്ക പുഴുക്കായിട്ടും പഴുത്തതായിട്ടും ഇതുപോലെ അടയുണ്ടാക്കിയും എല്ലാം കഴിക്കണം കേട്ടോ. വേസ്റ്റാക്കി കളയരുത്. അതിൻ്റെ കുരുവും എല്ലാം നമുക്ക് കറി വയ്ക്കാൻ എടുക്കാം. അപ്പോൾ അങ്ങനെ ചക്ക ഉറുമ്പ് കയറും. അതുകൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിനകത്ത് ബാക്കി ചക്ക ഇങ്ങനെ മൂടി വെച്ചേക്കുവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പഴുത്തതും വെട്ടി തിന്നാലോ. അപ്പോൾ ഇനി നമുക്ക് ആ ഉണ്ടാക്കി വെച്ച അടയുടെ മിശ്രിതം ഓരോ ഇലകളിലായിട്ട് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പമാണ്. ഞങ്ങളങ്ങനെ കനം കുറയ്ക്കാറില്ല, കുമ്പിളായിട്ടും എടുക്കാറില്ല. ചിലരൊക്കെ കുമ്പിളപ്പം എന്ന് പറയും, കുമ്പിളാക്കി ഉണ്ടാക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കണ ഇഷ്ടമല്ല കേട്ടോ, കട്ടിയായിട്ടിരിക്കണോണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേശ്ശെയായിട്ട് ഓരോ ഇലകളിലും വെച്ച് മടക്കി മടക്കി എടുത്ത് ആ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ അടയെല്ലാം വെന്തു. നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം ഈവനായിട്ട് വെന്തോളൂ കേട്ടോ, ഇങ്ങനെ കുക്കറിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ. മറ്റേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് കോലൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനത്തെ പാത്രം ഇല്ലാത്തവരാണെങ്കിൽ ഒരു പാത്രമൊക്കെ കയറ്റി വയ്ക്കണ റൗണ്ട് വെച്ചിട്ട് ഒരു ചെറിയ പ്ലേറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന പ്ലേറ്റ് വെച്ചിട്ട് അതിനകത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പം നമുക്ക് അട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടനേലിൽ ചുട്ട ചക്കട കഴിച്ച് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വളരെ എളുപ്പത്തിൽ ചക്കട ഉണ്ടാക്കുന്ന വിധമാണിപ്പോൾ ഞാൻ കാണിച്ചത്. പലരും പല രീതിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഓക്കേ, പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.